ജോക്കി മാമൻ നിക്കണേ ഫോട്ടോത്തില് വാ. ജോക്കി മാമന പെണ്ണുപിള്ള ഇത് ആദ്യം വിളിച്ചിരുന്നെങ്കിൽ മോന്റെ അടിച്ച് കവാല കയറി ഓടിച്ചിട്ട് ഞാൻ ഫസ്റ്റ് പ്രൈസ് പോയിട്ട് ലാസ്റ്റ് പ്രൈസ് പോലും തരത്തില്ലായിരുന്നു. മനസ്സിലായോ? ഹായ്. ഹലോ. ഹായ്, വാട്ട് ഈസ് യുവർ നെയിം? എന്റെ പേര് സ്പൈഡർ ഗേൾ. ഓ, നല്ല രസമുണ്ട് കാണാൻ. എന്താ ഭംഗി. വാവ്, നല്ല രസം. എന്റെ പേരോ? എന്റെ പേര് ആന്യ. സ്പൈഡർമാന് കൊമ്പില്ലേ? നല്ല ഡ്രസ്. ആന്യ കപൂർ. പറക്കാൻ പറ്റുമോ? പറക്കാൻ പറ്റും, പറക്കാൻ പറ്റും. പറക്കുന്ന ഇമോട്ട് ഒന്നിട്ട് കാണിക്കോ? പിന്നെ F4 സ്പൈഡർമാൻ വേറൊരു സാധനം. അത് എനിക്ക് ഓർമ്മ. സ്പൈഡർമാൻ അതല്ല, വേറൊരു സാധനം. സൂപ്പർമാന്റെ ശരിയല്ലേ? അത് എപ്പോഴായിരുന്നു ലൈവ്? കുട്ടി എത്ര പേരുണ്ട് കുട്ടിയുടെ? അറിയത്തില്ല, ഞാൻ ഒറ്റയ്ക്ക് വന്നതാ. പേരെന്താ? 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 പോയാ നമ്പർ എന്തുവാ ഈ ഡ്രസ് ഇട്ടപ്പോ എന്റെ ഇതൊക്കെ പോയി, ഫേസ് ഐഡി ഒക്കെ പോയി. നമ്പർ കിട്ടിയോ? ആ കിട്ടി. എന്താ കിട്ടിയോ? കിട്ടി. ഏതെങ്കിലും ഗാങ്ങിലാണോ? ഞാനിവിടെ കുറച്ചായുള്ളൂ, പുതിയതാ. ഒരു മിനിറ്റ്, ഞാൻ അവനോടൊന്ന് പറഞ്ഞോട്ടെ. ഒരു വാക്കിംഗ് സ്റ്റൈൽ ഏതാ? ഹലോ ബ്രോ. ഹലോ സ്പൈഡർ ഗേൾ കൊള്ളാം കേട്ടോ, ഡ്രസ് കൊള്ളാം. ഈ ഡ്രസ് എവിടെ കിട്ടാ? ഡ്രസ് ഷോപ്പിൽ തന്നെ. അവിടെ ഉണ്ടോ? മെയിലില്ലാന്ന് തോന്നുന്നു. എന്താണിത്? സ്പൈഡർമാൻ ലോക്കിയിലുണ്ടായതോ? സ്പൈഡർമാൻ വിത്ത് സൂപ്പർ ഹീറോ കോംബോ ആണ്. അച്ഛൻ സൂപ്പർ ഹീറോ. ജഡ്ജ് കൊള്ളാം. ഇപ്പൊ വരാം കേട്ടോ. അല്ലല്ല ആന്യ. ഹലോ ഗൈസ്, നിങ്ങളൊന്ന് അവിടെ സീറ്റിൽ ഇരിക്കുകയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. അവിടുത്തെ സീറ്റിൽ അവിടെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇതാരുടെ സുലൈമാൻ? സ്പൈഡർമാൻ. അതെ വിഷുവിന്റെ അവധി കിട്ടിയപ്പം വന്നേ. വിഷുവിന്റെ അവധി കിട്ടിയപ്പോ മൈ മിസ്റ്റേക്ക്. എന്താണ് ഫാഷൻ ഷോനെ പറ്റി പറയാനുള്ളത്? അതെ, സ്പൈഡർമാനും സൂപ്പർമാനും കൂടെ. അച്ഛൻ സൂപ്പർമാൻ, അമ്മ സ്പൈഡർ ഗേളായിരുന്നു. കോമ്പിനേഷൻ. എന്താണ് ഫാഷൻ ഷോനെ പറ്റി പറയാനുള്ളത്? ഫാഷൻ ഷോ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാം എന്നതാണ് എന്റെ ഒരു ഇത്. അങ്ങനെയാണല്ലോ. ഇല്ല ചെയ്തില്ല. ഞാനിപ്പോ വന്നല്ലേ ഉള്ളൂ. അതെ. നമ്മള് വെറുതെ ആവശ്യമില്ലാതെ കുറെ വളവള സംസാരിച്ചിട്ടില്ലല്ലോ. കാര്യങ്ങൾ നമ്മള് അവിടെ സ്റ്റേജിലല്ലേ കാണിക്കുന്നത്. വാക്കിലല്ലല്ലോ, പ്രവൃത്തിയിലാണല്ലോ കാര്യം. സുഹൃത്തുക്കളൊന്ന് മാറിക്കേ. എല്ലാരും ഒന്ന് മാറിക്കേ. ഒന്ന് മാറിക്കേ. ഹലോ കുട്ടി, ഇങ്ങോട്ടോ ഇവിടെ വന്നിരിക്കും.
കൊള്ളാലോ. നമ്മള് വന്ന് ടൈം കൊള്ളാലോ. എന്ത് പറ്റി? നമ്മള് വന്ന് ടൈം കൊള്ളാലോ. ഇതെന്ത് പറ്റി സാറേ? ഓ ഇത് നമ്മുടെ മോളിലുള്ള ആൾക്കാർ അതൊരു പടക്കം പൊട്ടിച്ചാനേ. അതിന് നമ്മള് പോയില്ലല്ലോ, ഇവര് മാത്രം പോയി. ജില്ല മൊത്തം പോയി. അത് ലോ എൻഡ് ഡിവിഷൻ ഉള്ളവർ പോകത്തില്ല, ഹൈ എൻഡ് ഡിവിഷൻ ഉള്ളവർ പോകും. സത്യം എനിക്ക് ഏറ്റവും ലോ എന്നാണ്. അതാണ് അതാ ലോ എൻഡ് ഡിവിഷൻ ഉള്ളവർ പോകത്തില്ല, ഹൈ എൻഡ് ഡിവിഷൻ ഉള്ളവർ പോകും. അതാണ് അങ്ങനെ ആണല്ലോ ആ റൂള്. അതല്ല വർഷത്തിൽ ഒരിക്കലും ഇങ്ങനത്തെ കിട്ടത്തുള്ളൂ, നമ്മള് കത്ത ബാക്കിയുള്ളവര് കത്തുന്ന. അതെ അതെ സത്യം. ഞാൻ അതാ ഈ അല്പനേരം സുഖം കിട്ടുന്ന പറഞ്ഞാണ് നിങ്ങൾ നിർത്തിട്ടേക്കുന്നത് സിറ്റിയില്. ഇനി അത് കുട്ടി 200 ഇടാവോ? ഷൂ 100 ഇടാവോ? കൊത്തിക്കൊന്നു പിടീനെ. ന്യൂസ് അല്ലേ, പിടിച്ചു കൊടുക്ക്, ജയിലിൽ പിടിച്ചു കൊടുക്ക്. പീഡിയിരിക്കുന്നു, പീഡിയുടെ മുന്നേ വെച്ച് ഒരു കൊച്ചിനെ കൊല്ലാൻ നോക്കുന്നു. സ്പൈഡർമാൻ ലോക്കിയിലുണ്ടായ കുട്ടി ഇങ്ങോട്ട് വരും. സ്പൈഡർമാൻ സൂപ്പർമാനില്. സ്പൈഡർമാൻ സൂപ്പർമാനിലോ? സൂപ്പർമാന് കൊമ്പൊക്കെ ഉണ്ടോ? അല്ല അച്ഛൻ്റെതാണ് ഇത് ബാക്കിലത്തെ. എന്റെ പൊന്ന സ്ത്രീയെ, അത് ലോക്കിയുടെ കൊമ്പാണ്. ലോക്കി ഞാൻ തോറിന്റെ സഹോദരൻ അറിയാമോ? ലോക്കി. അറിയാം. ഞാൻ ഈ ചിറക പറഞ്ഞത്. ചിറക പറഞ്ഞത്. ചെറുകന്തോട് വവ്വാലിന്റെ ആണോ ഇത്? എല്ലാരും കൂടെ ഉള്ള ഒരു ശങ്കരനാണ് ഇത്. ഞാൻ പലതും പറയണോന്നുണ്ട്. വേണ്ട ഞാൻ പോവാ. കുട്ടി എവിടെ നിൽക്കുക? കുട്ടിയുടെ പേരെന്താ? എന്റെ പേര് ആന്യ കപൂർ. ആന്യ കപൂർ. ഞാൻ അടുത്തുണ്ട്, റേഡിയോയിൽ വെക്കണ്ട. അടുത്തുണ്ട്. ഓ സോറി. എന്റെ പൊന്നൻ ഫോർലാൻ മോനെ വല്ല നടക്കൂടെ കുട്ടായത്. ആൾക്കാർക്ക് അതെല്ലാരും കത്തിച്ചില്ലേ? ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ ഇറിറ്റേറ്റ് ആയിട്ട് ദേഷ്യം വന്നോടാ? ഇല്ല. ഇതെന്താണ് ഒരേ ഡ്രസ്സിൽ കുറെ ആൾക്കാർ മുയലെ ക്യാരറ്റ് താങ്ങി നടക്കുന്ന ഡ്രസ് എത്ര പേരാണ് ഇട്ടേക്കുന്നത്? സ്ക്വാഡ് ഒരുമിച്ചാണ് ഫാൻസി ഡ്രസ്സിന് വന്ന പിള്ളേരാണ്. ഓക്കെ. നമ്പർ എത്ര ഓർമ്മയുണ്ടോ? 107. ആന്യ കപൂർ ഇവിടെ ഉണ്ട് അടുത്തുണ്ട്. ആന്യ കപൂർ കൊള്ളാം. സോറി ആന്യ കപൂർ കൊള്ളാം കേട്ടോ. ആന്യ കപൂർ പറക്കൂ. ഇതൊക്കെ നമ്മുടെ കമാൻഡോസ് ആണ് ആക്ച്വലി. ഇതൊക്കെ റിച്ച് പീപ്പിൾ റിച്ച് ലൈഫ്. എനിക്കൊരു ഉറക്കം വരുന്നുണ്ട്. എനിക്കൊരു വധഭീഷണി ഉണ്ട്. അപ്പം അതാണോ വന്നത്? അവിടെ വന്ന ആള്? അതൊന്നുമല്ല. ആ പുള്ളിക്കാരനെ കൊല്ലാൻ പറ്റണില്ല. എന്തേലും ഒന്ന് കാണിച്ച് നീ എത്തി. താനൊരു കാര്യം ചെയ്യും, താൻ 2 റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുക. തനിക്ക് കപ്പ് തന്നിട്ട് നമ്മള് പോവാം. അപ്പൊ ഇവരൊക്കെ പ്രശ്നം ഉണ്ടാക്കൂലേ? ഇതാരാ പൊന്ന് ഫോർലാൻ മോനെ? ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ മോനെ. ഇതൊരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ആണ്. 50 കോടി കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. എന്റെ മുന്നിൽ ഷഡ്ഡി ഇട്ടുകൊണ്ട് മാത്രം റാമ്പ് വാക്ക് ചെയ്യുന്ന ഒരുത്തൻ. എനിക്ക് റേഡിയോ ബേസിക് ഇവനെ പുറത്തുള്ളൂ. സീരിയസ്ലി ഇവനെ പുറത്തുള്ളൂ. കാരണം ഇൻസൾട്ട് ആണ്. നിങ്ങളുടെ ഡ്രസ് ഇട്ടുകൊണ്ട് വരാൻ പറ. പരിപാടിയുടെ അവിടെ ഇതെന്തൊരു കോലം? ഇതെന്തൊരു ചോദിച്ച മനുഷ്യന് സ്പൈഡർമാനിൽ ഉണ്ടായ ഞാനൊന്നുമില്ല. ഞാൻ കാണാൻ വന്നത്. കാണാൻ പറ്റില്ല. ഞാൻ ആനിക്ക് സപ്പോർട്ട് ചെയ്യാൻ വന്നതാ. ആനി മറ്റേ അവതാർ സിനിമയിലെ അവതാറായിട്ട് ഇങ്ങനെ നടന്നപ്പോഴല്ലോറ നല്ല രസമുണ്ട് കാണാൻ. വൈബായിട്ടുണ്ട്. നല്ല നടത്തം. നല്ല നടത്തത്തിനുള്ള അവാർഡ് കിട്ടും നിനക്ക്.
സ്പൈഡർമാൻ കൊണ്ടുവന്നു. സ്പൈഡർമാൻ കിട്ടും. സ്പൈഡർമാൻ ഇങ്ങോട്ടാ ഞാൻ കാണിക്കാൻ പോണേ. ഇങ്ങോട്ടാ സ്പൈഡർമാൻ എപ്പോഴാ ഇങ്ങോട്ടാ സ്പൈഡർമാൻ എപ്പോഴാ കേറുന്നേ? അല്ല ഞാൻ എന്താ കാണിക്കാൻ പോണെന്നറിയോ? ഇങ്ങോട്ടാ കൈസനത്തൊരു 300 രൂപ മേടിക്കൂ. അല്ലല്ല ഓക്കെ ഓക്കെ അല്ലല്ല ഞാൻ സൂപ്പർ ഹീറോ ആയിട്ട് അവിടെ പോകും. ഇങ്ങനെ പോകും. ഇങ്ങനെ കയറി ചെന്നിട്ട് അവിടെ ജോക്കി മാമന്റെ ഫ്രണ്ട് എത്തുമ്പോ ഫ്രണ്ടിലെത്തുമ്പോ കൈ താഴ്ത്തിട്ട് ആ ഇത് ഏതാണ്ട് ഇങ്ങനെ ഏതാണ്ട് സ്പൈഡർമാൻ കൊണ്ടുപോയി. അവരെ സ്പൈഡർമാനാണ് ഫസ്റ്റ്. അങ്ങേര് എന്തൊക്കെ ചോദിക്കുമ്പോ എന്ത് പറയും ഞാൻ? അങ്ങേര് സ്പൈഡർമാൻ സ്പൈഡർമാൻ ഇൻസ്പിറേഷൻ. അത്രേ ഉള്ളൂ. ഒരു സ്പൈഡർ ഗേളെ കണ്ടിട്ടില്ല, അതുകൊണ്ട് സ്പൈഡർ ഗേളായി. ബേബി കണ്ണാട താഴെ പോയി. പണ്ട് മുതലേ സൂപ്പർ ഹീറോ ആകാനാണ് സൂപ്പർ ഹീറോ മൂവീസ് കണ്ട് ആൾക്കാരെ രക്ഷിക്കാനാണ് ഇഷ്ടം. ഒരു സ്പൈഡർ വുമൺ എന്ന് പറയണേ, മാൻ എന്ന് പറയുന്നത് കേട്ടോ. ഇല്ലല്ല മാൻ പറയത്തില്ല, സ്പൈഡർ വുമൺ. ഓ ഞാൻ ഇവിടെ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് ഞാൻ നിന്റെ ഡ്രസ്സിന്റെ പേര് വായിക്കണം. ഇതെന്ത് ചായ പറഞ്ഞു തുടങ്ങിയാ മതിയേ. ഞാൻ പണ്ടേ അൽബ് കാണിക്കാറുണ്ട്. ഇത് കൊള്ളാന്റെ സാധനം. കുട്ടി കറുത്ത മുടി. കറുത്ത മുടിയാണ്. ചുട്ടൊരു കറുത്ത മുടി പെൺകുട്ടി. അവതാർ സിനിമയ്ക്ക് യോജിക്കുന്ന ഡ്രാഗൺ അല്ല ഇതെങ്ങനെ ഈ സാധനം ഇട്ട് നൈസായിട്ട് അവൾ ഡാൻസ് കളിക്കാൻ പറ്റും. എന്റെ അടുത്ത് ഡാൻസ് ഇല്ല എന്നിട്ട് ഇതിന്റെ ബ്ലാക്ക് സ്പൈഡർമാൻ എപ്പോ കേറും? വിട്ട് കേറും. അത് പറഞ്ഞും കേറും. നമ്മള് കേറും. അയ്യോ കാപ്പി ബ്രോ എന്തെല്ലാം കാപ്പി ബ്രോ സുഖല്ലേ? കാപ്പി ബ്രോ കേറുന്നല്ലേ സ്റ്റേജില്? ഒന്ന് 2x അടിക്കണേ. 2x പറഞ്ഞ അല്ലെങ്കിൽ 1.5x എങ്കിലും. ഓ ഫോറസ്റ്റ് അടിച്ചു. അമേസിംഗ് ജോബ് ഐ വുഡ് സേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഫാൻസി ഡ്രസ്സിൽ കുറച്ചെങ്കിലും വെറൈറ്റി കൊണ്ടുവന്നേക്കുന്നത്. അതായത് സ്പൈഡർമാൻ ഉണ്ട്, ബാറ്റ്മാന്റെ വാലുണ്ട്, ലോക്കിയുടെ കൊമ്പുണ്ട്, അയൺമാന്റെ കണ്ണാടി ഉണ്ട്. എന്താണ് കുട്ടി, ഞാൻ തന്നെ പറഞ്ഞു കഴിഞ്ഞാലേ, എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഒരു ഇതെന്ന് പറ? ചെറുപ്പം മുതലേ നമ്മൾ ഈ സ്പൈഡർമാനൊക്കെ കണ്ടിട്ട് വളർന്നതാണേ. അപ്പൊ ഒരു സ്പൈഡർമാൻ ആവാൻ പറ്റില്ലല്ലോ എനിക്ക്. അപ്പൊ ഒരു സ്പൈഡർ ഗേൾ ആവാന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ അത്രേ ഉള്ളൂ. ഒരു കുറച്ചുകൂടി എന്റേതായ ഒരു മോഡേൺ സാധനങ്ങൾ ഈ ഡ്രസ്സിൽ ഞാൻ കൊണ്ടുവന്നു. ഞാനൊരു കാര്യം പറയട്ടെ, 360 അടിക്കാൻ പറഞ്ഞാൽ 360 അടിച്ചാൽ മതി, അല്ലാണ്ട് സമ്മസോൾട്ട് അല്ല വേണ്ടത്. 360 അടിക്കും. പൊക്കോളൂ. നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് പ്ലീസ്. നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് ആയിട്ട് നമ്മൾ സ്റ്റേജിലോട്ട് അപ്പു ബായിനെ ക്ഷണിക്കാണ്. വെൽക്കം അപ്പു ബായ് ടു ദി സ്റ്റേജ്. അപ്പു ബായ്, കം ഓൺ അപ്പു ബായ്.
எனக்கு தெரியாது உங்க கையில இருக்கு നമ്മളൊരു ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞേ കൈണ്ട് വാ നമുക്ക് രജിസ്റ്റർ ചെയ്യാം നമുക്ക് രജിസ്റ്റർ ചെയ്യാം ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങണ്ടേ ലെഫ്റ്റിൽ മാറി നിൽക്കാനാണ് പറഞ്ഞത്, തിരിഞ്ഞു പോകാനല്ല. മൈക്കിൾ ജൂഡ് പ്ലീസ് മൂവ് ടു ലെഫ്റ്റ്. എല്ലാരും ലെഫ്റ്റ് ആയി പോയി. സ്പൈഡർ മൂവ്മെന്റ് അവിടെ നിക്കോ. പാച്ചൂസും ദേവകിയും പിന്നെ ഡെലൂലുവും ആ ഗോജോയും കൂടെ റൈറ്റിലോട്ടൊന്ന് മൂവ് ചെയ്ത് നിക്കണേ. റൈറ്റിലോട്ട് നിക്കണേ. ഈ വരുന്നവരെല്ലാം പറയുന്ന അല്ലാണ്ട് പറയുന്നവര് മാത്രം റൈറ്റിലോട്ട് മതി, ബാക്കി എല്ലാരും ലെഫ്റ്റിലോട്ട് പോണേ. റൈറ്റിലോട്ട് പോകും, സ്പൈഡറുകൾ റൈറ്റിലോട്ട് പോകും. നിങ്ങളുടെ ലെഫ്റ്റ് ആണ്. മറ്റേ പപ്പുബായി പൊക്കോ. പപ്പുബായി തിരിഞ്ഞാടണോ? പോക്കി രാജ, ഇറ്റ് വാസ് എ നൈസ് മീറ്റിംഗ് യു മാൻ. നല്ലായിരുന്നു, നല്ലൊരു അറ്റംപ്റ്റ്. അപ്പുബായി ആരുടെ ഇപ്പുറത്ത് നിൽക്കാൻ പറയണേ. അപ്പുബായി റൈറ്റ് ഓപ്പോസിറ്റ് ഒന്നോ. Boogie Scott, please move to left. ലെഫ്റ്റ് നമ്മുടെ ലെഫ്റ്റ്. ഇത് സെലക്ട് ആയതാണോ? ഈ പുള്ളിക്കാരി വന്നില്ലായിരുന്നു നേരത്തെ. ആനി ഇപ്പുറത്തോട്ടൊന്ന് മാറിയിട്ട് അവനെ ഒന്ന് ഇപ്പുറത്തോട്ട് ഇടോ. ആരാന്ന് വെച്ചാൽ പേര് പറഞ്ഞോ. ആദ്യം കുട്ടി പേര് പറ. കുട്ടി കിടന്നുള്ളാതെ ആള് റേഡിയോ ഇല്ലെന്ന് തോന്നുന്നു. എന്താണ് ഈ ഡ്രസ്സിന്റെ പുറകിലുള്ള ഒരു എന്റെ പൊന്ന സ്ത്രീയെ, എന്താണ് ഈ ഡ്രസ്സിന് പിന്നിലുള്ള ഉദ്ദേശശുദ്ധി? എന്തുകൊണ്ട് ഈ ഡ്രസ് ഇട്ടു? എന്താണ് ഈ ഫാൻസി ഡ്രസ്സിന് ഇടാനുള്ള കാരണം? അങ്ങനെ തുണിയൊന്നും ഇല്ലല്ലോ. എന്താണ് കൊള്ളാം. കൊള്ളാം. നൈസ്. റൈറ്റിലേക്ക് തന്നെ പോക്കോ. ദൈവത്തെ ഓർത്ത് ഈ ഇത്ര ആൾക്കാര് ലെഫ്റ്റിൽ നിൽക്കുന്ന ഇത്ര ആൾക്കാര് ഫ്രണ്ടിലോട്ട് വരിവരിയായിട്ട് നിൽക്കേണ്ടതാണ് എന്ന് അറിയിച്ചു കൊള്ളുന്നു. എല്ലാരും വരിവരിയായിട്ട് നമ്മളെല്ലാരും കുക്കി സ്കോഡ് എല്ലാരും ഒരുമിച്ച് ഇതൊരു ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് എന്ന് പറയുന്ന പരിപാടി സംഘടിപ്പിച്ചതുമായി ഒരു അപ്രീസിയേഷൻ രേഖപ്പെടുന്നു. എല്ലാവരും കൈയടിച്ച് പാസ്സാക്കേണ്ടതാണ്. ഇത്രയും കിടിലമായി ലൈറ്റിംഗ് സെറ്റപ്പും ഇത്രയും ഇതൊക്കെയായിട്ട് നടത്തിയ ഒരു നോട്ട് എന്ന് പറയുന്ന ഗ്യാങ്ങിന് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കൺഗ്രാജുലേഷൻ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫാൻസി ഡ്രസ്സും ഫാഷൻ ഷോയും തമ്മിലുള്ള വ്യത്യാസം അറിയാത്ത കുറെ പേര് വന്നായിരുന്നു. അപ്പോ ഫാൻസി ഡ്രസ് ബേസിൽ സംഭവം ആയതുകൊണ്ട് തന്നെ ഈ പൂക്കി സ്ക്വാഡ്, മൈക്കിൾ ജൂഡ്, ആന്യ, ദേവകി, ഡെലൂലു, കുടുക്ക, പാച്ചൂസ്, പിന്നെ ദൂതൻ, ഇത്രയും പേരുമാണ്
എന്റെ കണ്ണിൽ പെട്ടിട്ടുള്ള ഫാൻസി ഡ്രസ് എന്ന വിഭാഗത്തിൽ വന്നിട്ടുള്ള അതുപോലെ ആ പുള്ളിക്കാരൻ ഇരിക്കുന്ന ഓടുക. അപ്പം അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ഒരു മിനിറ്റ് സെക്കൻഡ് തരണേ. ഇത് മൊത്തം എത്ര പ്രൈസ് ആണ്? 3 പ്രൈസ് അല്ലേ? തേർഡ് പേഴ്സൺ ആണ് തുടങ്ങുന്നത്. അതാ ഞാൻ പറഞ്ഞത്, തേർഡിൽ നിന്നാണ് തുടങ്ങുന്നത്. ആക്ച്വലി തേർഡ് പ്രൈസ് ഗോസ് ടു മൈക്കിൾ ജൂഡ് അക്ക ഗോജോ എന്ന കഥാപാത്രത്തിൽ അഭിനയിച്ച മൈക്കിൾ ജൂഡ് ആണ്. പിന്നെ സെക്കൻഡ് പ്രൈസ് കൊണ്ടുപോയിരിക്കുന്നത് നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട പൂക്കി സ്ക്വാഡ് ആണ്. ഫസ്റ്റ് പ്രൈസിന് ഇവിടെ അമ്പിച്ചൊരു മത്സരമാണ് നടന്നിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൈഡർ അപ്പം ഫസ്റ്റ് പ്രൈസ് ഒരു വമ്പിച്ച മത്സരമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോത്തിക് കൾച്ചറിനെ ചൂണ്ടിക്കാണിക്കുന്ന രീതിക്ക് പാച്ചൂസ് അവിടെ നിൽപ്പുണ്ട്. എന്നാൽ എന്നാടാ ഞാൻ നിർത്തി പോണോ? ഞാനത് പറഞ്ഞോട്ടെ. പിന്നെ ഇതിലെ പ്രത്യേക ഒരു എടുത്തു പറയേണ്ട ഒരു പേര് ഫ്ലാഷ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പിന്നെ ദൂതൻ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഫ്ലാഷിലും ദൂതനും പാച്ചൂസും ഒക്കെ ദേവകി ഒന്ന് ക്ഷമിക്കണം. കാരണം ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്നത് നമ്മുടെ സ്പൈഡർ ഗേളായ ആന്യയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നൂതന സാങ്കല്പിക വികസന പദ്ധതിന്റെ വികസനമായിട്ടുള്ള ഒരു ഫാൻസി വന്നിട്ടുള്ള സോ ആന്യ കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദ ഫസ്റ്റ് പ്രൈസ് ആന്യ. പിന്നെ ഈ മത്സരിച്ച എല്ലാരും കിടിലങ്ങളായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എഫേർട്സിനും എല്ലാത്തിനും അതിയായ സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തുന്നു. നല്ല പരിപാടി. പ്രോത്സാഹന സമ്മാനം എന്ന നിലയ്ക്ക് എന്റെ വക എല്ലാവർക്കും ഒരു 3 കോടി വെച്ച് തരുന്നതാണ്. ബാക്കിയുള്ളവർക്ക് ഈ നിൽക്കുന്ന ബാക്കിയുള്ളവർക്ക് സമ്മാനം കിട്ടാത്ത എത്ര പേരുണ്ട്? 1 2 3 ഈ 4 പേർക്ക് ഞാൻ 5 കോടി വെച്ച് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ ഓക്കെ. അപ്പം അത് നാളത്തേക്ക് വന്ന് വാങ്ങിക്കേണ്ടതാണ് എല്ലാവരും. അപ്പം ഇത് നടത്തിയ നോട്ട് അധികൃതർക്ക് വീണ്ടും ഒരു കൈയ്യടി രേഖപ്പെടുത്തുന്നു. പിന്നെ സമ്മാനം കിട്ടാത്തവർ വിഷമിക്കണ്ട, വീണ്ടും പരിശ്രമിക്കൂ. നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ടെങ്കിൽ നന്ദി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ജോക്കി മാമനെ നിക്കണേ ഫോട്ടോത്തില് വാ. ജോക്കി മാമന പെണ്ണുപിള്ള ഇത് ആദ്യം ഓടിച്ചിരുന്നെങ്കിൽ മോന്തടിച്ച് കവാല കയറി ഓടിച്ചിട്ട് ഞാൻ ഫസ്റ്റ് പ്രൈസ് പോയിട്ട് ലാസ്റ്റ് പ്രൈസ് ഒന്നും തരത്തില്ലായിരുന്നു. മനസ്സിലായോ? ജോക്കി ജോക്കി കൊച്ചിന് എത്ര വയസ്സുള്ള കൊച്ചിന്റെ വിചാരം? ഞാൻ വെറുതെ ഡിസ്റെസ്പെക്ട് ആവണ്ടല്ലോ വിചാരിച്ചിട്ട് വിളിച്ചതാണ്. ചെറുന്നോളൂ കുറച്ചടുത്തോട്ട് ഫോട്ടോ എടുക്കുന്നവർ കുറച്ച് ബാക്കി എടുക്കൂ. സ്പൈഡർ മൂവ്മെന്റ് നേരെ നോക്കൂ. പത്രത്തിൽ വരൂ. ബാങ്ക് വിഷമം ആരും മിണ്ടനല്ലേ അങ്ങനെ പറഞ്ഞു പോയി. പോയി റേഡിയോയിലല്ലേ ഈ ജോണി മാമനെ കണ്ടുകൂടെ? ജോണി മാമ കുറച്ച് ഫ്രണ്ടിലോട്ടൊന്നേ. അവന്റെ
എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളായിരുന്നു ഡ്രസ്? ആന്യ കപൂർ. ആ ശരിയാ, അതിലില്ല. അതെ അതെ അതെ. പ്രൈസ് മണി ആ കിട്ടി കിട്ടി കിട്ടി. മണി പ്രൈസ് മണി ഓ